ജനറ്റിക് ഹാക്കിങ്ങിലൂടെ നമ്മുടെ എന്തൊക്കെ അസുഖങ്ങളെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും? ബേസിക്കലി നമ്മളുടെ പ്രീവിയസ് തലമുറയിൽ നിന്ന് നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഏത് അസുഖങ്ങളെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ തീർച്ചയായിട്ടും ഏത് അസുഖങ്ങളും അതിപ്പം ഇത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളുടെ തുടക്കം നമ്മുടെയൊക്കെ തുടക്കം എന്ന് പറയുന്ന ഒരു സെല്ലായിട്ടാണ്. അതായത് 23 ക്രോമസോം മാതാവിൻ്റെയും 23 ക്രോമസോം പിതാവിൻ്റെയും ജോയിൻ ചെയ്ത് ആദ്യത്തെ സൈഗോട്ട് എന്ന് പറഞ്ഞൊരു സെല്ല് ഫോം ചെയ്തു. ഈ ക്രോമസോം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള DNA ആണ്. DNAക്കകത്തുള്ള ജീനുകളാണ്. ജീൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനാണ്. എങ്ങനെ ഇരിക്കണം, എലിസബത്തിൻ്റെ മൂക്ക് എങ്ങനെ ഉണ്ടാവണം, ഹെയർ എങ്ങനെ ഉണ്ടാവണം, സ്കിന്നിൻ്റെ കളർ, ഇതൊക്കെ ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ അപ്പനും അമ്മയും തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ് അവർ കൊണ്ടുവരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കൂടെ അങ്ങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അതെല്ലാം വരണമെന്നില്ല. മനസ്സിലായില്ലേ? അതായത് ഈ ഇൻഫർമേഷനുകൾ നമ്മൾ ജീൻ വേരിയൻസ് എന്ന് പറയും. അതായത് പല അസുഖങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ജീനിലുള്ളൊരു വേരിയേഷൻ ആയിരിക്കും, ജീൻ വേരിയൻ്റാണ്. ഈ ജീൻ വേരിയൻ്റ് നമ്മൾ ജനിച്ച മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ അത് ഉള്ള ആൾക്കാർക്ക് അതില്ലാത്ത ആ ജീൻ വേരിയൻ്റ് ഇല്ലാത്ത, ഇപ്പം ഒരു അൽഷിമേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അൽഷിമേഴ്സിൻ്റെ ജീൻ വേരിയൻ്റ് ഉള്ള ഒരാൾക്ക് ജീൻ വേരിയൻ്റ് ഇല്ലാത്ത ഒരാളെക്കാൾ വളരെ ഹയർ ചാൻസസ് ആണ് അൽഷിമേഴ്സ് ഉണ്ടാവാനായിട്ട്. എന്ന് വെച്ചുകൊണ്ടായിരിക്കും അൽഷിമേഴ്സ് വരണം നിർബന്ധമില്ല. ആ ജീൻ എന്തെങ്കിലും ഓൺ ആയാൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും ഇത് ഓണാകാൻ സാധ്യതയുള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ചില ലൈഫ് സ്റ്റൈലിൽ ചില കാര്യങ്ങളായിരിക്കും. അല്ലാതെ നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടായാൽ മതി എന്ന് ചിലർ പറഞ്ഞേക്കാം. അങ്ങനെയൊന്നും ഇല്ല. നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. വാച്ച് ഫുൾ വീഡിയോ ഓൺ ABC മലയാളം.